സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത് 3 പാമ്പ് കടി മരണങ്ങളാണ്. തൃശൂർ കോടാലി സ്വദേശിയായ ആൽജോയും തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശിയായ ദിക്ഷലിനും പിന്നാലെ കായംകുളത്തെ വീട്ടമ്മയും പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റ 4 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്ന് കരുതിയത്. കായംകുളത്ത് ഇന്നലെ പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു വീട്ടമ്മയുടെ കാര്യം നമ്മൾ പങ്കുവച്ചിരുന്നു. അവിടെ നിന്നും രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഘു, ഈ സംഭവം അതെങ്ങനെയായിരുന്നു? പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലായിരുന്നോ? ഇന്നലെ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റ സ്ഥലത്താണ് ഞാനുള്ളത്. ഈ ഭാഗത്ത് വെച്ചാണ് പാമ്പുകടി കേൾക്കുന്നത്. ആ ഭാഗത്തൊക്കെ ചെറിയ കാടുകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ ചേർന്നത് തീയിട്ട് അല്പസമയം മുമ്പ് തീയിട്ടിട്ടുണ്ട്. തൊട്ടടുത്ത ഉള്ള ഒരു വീട്ടിൽ കല്യാണത്തിന് വേണ്ടി വന്നതാണ് വീട്ടമ്മ. കൊറ്റംകുളങ്ങര സ്വദേശിയായ വീട്ടമ്മ ഇവിടെയായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. കാറിൽ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് എന്തോ കടിച്ചതായി തോന്നിയത്. പക്ഷേ പാമ്പാണോ എന്താണോ എന്നറിയത്തില്ല. വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ആശുപത്രി അധികൃതർ പറയുന്നത് ആദ്യമേ ചെന്നപ്പോൾ പാമ്പാണെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നീട് ദേഹാസ്വസ്ഥ അനുഭവപ്പെടുകയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോഴത്തേക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ചേട്ടാ, ഈ ഏരിയയിൽ പാമ്പുകളുള്ള സ്ഥലമാണോ? നമ്മുടെ സ്ഥലമാണ്. അതെ. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇവിടെ അവരുടെ മാമാടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം വൈകിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്ന ചടങ്ങുണ്ടല്ലോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് അവരിവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വരുന്ന പൂറ്റി ചെയ്യാൻ കണ്ട് ഏതോ കടിച്ചെടുത്ത് തോന്നി. ഇപ്പോൾ മോള് കണ്ട് ഇതുവരെ ഇഴങ്ങി പോകുന്നത്. അങ്ങനെ അവർ കായംകുളത്ത് പോയി അവിടെ ശരീരം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് പാമ്പിനെ തല്ലിക്കൊല്ലുന്നൊരു ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഈ റോഡ് പണിക്കായിട്ട് ഗ്രാവലുകൾ വന്നിറങ്ങുമല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ളതെന്നാണ് പൊതുവെ ഒരു അഭിപ്രായം. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലൊക്കെയാണ്. കാരണം ചേട്ടാ, ഇവിടെ ഈ നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ ഇതുവഴിയൊക്കെ നടക്കാൻ? ഈ ഭാഗത്തെല്ലാം ഉണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ ബലോടം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെ ഒരു പാമ്പ് കടി? അതാദ്യമായിട്ട് വിഷമമുണ്ട്. കല്യാണത്തിന് വന്നാ? കല്യാണത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്, അതിന് വന്നാ. അങ്ങനെ വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് വന്ന ഒരു വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. പലപ്പോഴും നമുക്ക് ഈ നാട്ടിൻപുറമാകുമ്പോൾ നമുക്കത് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം. ആളുകളുടെ പറമ്പിലൊക്കെ ഇതുപോലെ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. അത് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്. ഈ കുറ്റിക്കാടുകളൊക്കെ പ്രത്യേകിച്ച് നാട്ടിൻപുറമാകുമ്പോൾ ആളുകൾക്കൊക്കെ കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ടാകും. ഈ ചെടി വെട്ടിത്തെളിക്കുക എന്നുള്ളത് വലിയ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ജോലിയൊക്കെയാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ ഇങ്ങനെ കുറ്റിച്ചെടികളൊന്നും വെട്ടി നശിപ്പിക്കാറില്ല. പക്ഷെ ഈ സംഭവത്തിൽ മാത്രമല്ല, നമ്മൾ ഈ കണ്ട പല സാഹചര്യങ്ങളും ഒരു കാര്യം പറയാതിരിക്കുന്നത് അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതോ വിട്ടുപോകുന്നതോ ശരിയല്ല. നമ്മുടെ വീടും പരിസരവും അങ്ങനെ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ പാകത്തിന് നിലനിർത്താതിരിക്കുക, വൃത്തിയാക്കി ഇടുക. കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക. മറ്റെന്തെങ്കിലുമൊക്കെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ പലതും കൂട്ടിയിട്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയിൽ പാമ്പുകളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടും പരിസരവും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.